ഹലോ മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് 3 മാർക്കിന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പഠിച്ചാലോ? എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ചോദ്യമാണ് സിനാപ്സ്. എന്താണ് സിനാപ്സ് എന്ന് പറയുന്നത്? രണ്ട് ന്യൂറോണിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെയും ഒരു മസിൽ സെല്ലിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെയും ഒരു ഗ്ലാൻഡുലാർ സെല്ലിന്റെയും ഇടയിൽ കാണുന്ന ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇമ്പൾസസ് അഥവാ ആവേഗങ്ങൾ എവിടെ എത്തുന്നു? അതായത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. ഇത് ആര് മനസ്സിലാക്കും? സിനാപ്റ്റിക് വെസിക്കിൾസ് മനസ്സിലാക്കും അല്ലെ. അപ്പൊ സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പ്രീ സിനാപ്റ്റിക് സ്ഥലവുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്ത് കാണുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ കാണുന്ന വിടവിലേക്ക് സെക്രീറ്റ് ചെയ്യും, സ്രവിക്കും അല്ലെ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ ചെയ്യുക? തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ മെംബ്രെയിൻ, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ കാണുന്ന റിസെപ്റ്റേഴ്സ് അല്ലെ, ഗ്രാഹികളുമായിട്ട് ഇവര് ബൈൻഡ് ചെയ്യും. ആര് ബൈൻഡ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്, ആവേഗം സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി ഇത് കൂടാതെ എന്താണ് സിനാപ്റ്റിക് ലെഫ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഈ രണ്ട് ന്യൂറോണിന്റെയും ഇടയിൽ കാണുന്ന ഗ്യാപ്പ് കണ്ടോ, ആ കുഞ്ഞു വിടവ്, അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പുറമെ എന്താ മക്കളെ സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്ന് 1 മാർക്കിന് ചോദിക്കും. അതായത് ആവേഗങ്ങളുടെ ദിശ, വേഗത എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അതിന്റെ ഡയറക്ഷനും അതുപോലെ ഇമ്പൾസിന്റെ സ്പീഡും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സിനാപ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ കമന്റ് ചെയ്യുക.